ലഭ്യം കാണിച്ചു തരാം. കണ്ട നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ നല്ല മഴയാണ്. ഹായ്, ഞാൻ Thesnim Azeez. ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? ജിലേബി. നമ്മൾ അധികമൊന്നും ജിലേബി എല്ലാവരും ഉണ്ടാക്കാറില്ല അല്ലേ? പക്ഷെ ഇത് വളരെ ഈസി ആയിട്ട് ഞാൻ ആ ക്യാപ്ഷനിൽ പറയുന്ന പോലെ തന്നെ 1/2 കപ്പ് മൈദ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും. നല്ല അത് എന്താ പറയുക, ടേസ്റ്റിൻ്റെ കാര്യത്തിലോ അതിൻ്റെ എന്താ പറയുക ക്രഞ്ചിനെസ്സിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ പറയുന്ന അതേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ചിലപ്പോൾ ഷേപ്പ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തത് കൊണ്ട് ഷേപ്പിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും സാരില്ല. നല്ല ക്രഞ്ചി ആയിട്ടുണ്ടാകും. നല്ല മധുരമൊക്കെ നല്ലോണം അതിലേക്ക് പിടിച്ച് നല്ല സ്റ്റൈലായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. 1/2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇനി 1/4 ടീസ്പൂണിൻ്റെ പകുതി അപ്പസോഡ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്നത് ചേർക്കണം. അപ്പോൾ 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/8 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ എടുക്കുക, അതിൻ്റെ പകുതി എടുത്താലും മതി കേട്ടോ. എൻ്റെ അടുത്ത് ആ സ്പൂൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യണത്. 1/8 ആണ് അത് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ 1/8 ടീസ്പൂണാണ് ഓറഞ്ച് കളർ. യെല്ലോ കളറോ ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ പല കളറിലുള്ള ജിലേബി നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്, വെള്ളം 1/3 കപ്പ്, അതായത് 4 ടേബിൾ സ്പൂൺ വെള്ളം. ഒട്ടും കട്ടയില്ലാതെ കലക്കണേ. ഇതതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇതൊരു റിബൺ കൺസിസ്റ്റൻസി ഫീൽ ചെയ്യണില്ലേ? മനസ്സിലാവണല്ലേ? അങ്ങനെയാണ് വേണ്ട. കട്ടയില്ലാതെ കലക്കിയെടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂണാണ്. ഇതാണ് 1/3. ഇതിനെക്കാട്ടിലും കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അത് ഒരു 4 ടേബിൾ സ്പൂണാണ് ഇതുണ്ടാവുക. ഇത് 3 ടേബിൾ സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത്രയും വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണമല്ലോ, അതിന് 1/2 കപ്പ് പഞ്ചസാര. ഇതിലേക്ക് 1 ടീസ്പൂൺ ലൈം ജ്യൂസ്, 3-4 ഏലക്ക പൊട്ടിച്ചിട്ടിട്ടേക്കാം. എന്നാൽ പിന്നെ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാൽ മതി കേട്ടോ. 3/4 കപ്പ് വെള്ളം. തീ കത്തിക്കുക. പഞ്ചസാര മുഴുവൻ അലിയണം. പഞ്ചസാര മുഴുവൻ അലിഞ്ഞു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നന്നായിട്ട് ഒറ്റൊരു തിള വന്നതിന് ശേഷം ഫുൾ സിമ്മിലിടുക. എന്നിട്ടൊരു 10-15 സെക്കൻഡ് മതി. അപ്പോഴേക്കും ഇതൊന്ന് തിക്കാവും. അത്രയും തിളച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ 15 സെക്കൻഡായി. ഞാനിത് ഓഫാക്കുകയാണ്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. പഞ്ചസാര, ഏലക്ക, ചെറുനാരങ്ങ എല്ലാം കൂടെ ചേർത്താണല്ലോ, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. എന്തായാലും ഞാനിത് ഓഫാക്കാൻ പോവുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറണം. നല്ല ഹോട്ടായിട്ട് ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു വാം ഇതിൽ മാത്രമേ നമുക്ക്
ഇതിൽ ജിലേബി ചേർക്കാൻ പാടുള്ളൂ. ഓഫാക്കി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും മറ്റേത് 15 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ടല്ലോ. ആകുമ്പോഴേക്കും ഇത് ചൂടാറിക്കോളും. നമ്മളെ ബാറ്ററാണ് അതൊരു ഐസിങ് ബാഗിലേക്ക്. ഇപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് ആയിട്ടോ. ശരിക്കുണ്ടല്ലോ ഈ അകലമുള്ള ക്ലോത്ത് ഉണ്ടാവില്ലേ, കോട്ടൺ, അതിലിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഷേപ്പ് കിട്ടും. കാരണം ഇതിലാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ആ ഹോൾ കൂടെ ഒന്നിച്ചങ്ങോട്ട് വരും. അങ്ങനെ വരില്ല. മറ്റേതിലാവുമ്പോൾ കുറച്ചും കൂടെ ഒരു സാവധാനമാണ് വരിക. പിന്നെ ഇതെന്താ വെച്ചാൽ എന്തായാലും ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വരുള്ളൂ. ഷേപ്പില്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ക്രഞ്ചി, നല്ല കറുമുറേനെ കഴിക്കാൻ പറ്റും. എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യണേ. ഓയിൽ എപ്പോഴും ഒരു മീഡിയം ഹൈ അങ്ങനെയാണ് വേണ്ടത്. തീരെ തീ കുറച്ചാലും പറ്റില്ല, വളരെ തീ കൂടിയാലും ശരിയാവില്ല. അപ്പോൾ അതിങ്ങനെ നോക്കി ചെയ്യണം. എന്നാലേ അതിങ്ങനെ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അതിലേക്ക് മാവിലേക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീ ശ്രദ്ധിക്കണം. എണ്ണ ആവശ്യത്തിന് ചൂടായാൽ മതി, അധികം ചൂടാവരുത്. ഇത് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണേ. നമുക്കറിയാമല്ലോ ജിലേബിൻ്റെ ആ ഒരു സൈസ് അറിയില്ല, അതിനനുസരിച്ച് വേണം. ഞാൻ വളരെ കുറച്ച് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഈ ഐസിങ് ബാഗ് നമ്മൾ താഴെ കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലൊരു ക്ലിപ്പ് ഇട്ട് വെക്കുകയോ, ഐസിങ് ബാഗിൻ്റെ മുകളിലൊരു ക്ലിപ്പ് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ കെട്ടി വെക്കുക എന്തെങ്കിലും ചെയ്യുക. എന്നാൽ പിന്നെ ആ ഭാഗം നമുക്ക് അധികം ശ്രദ്ധിക്കേണ്ട. താഴ്ഭാഗം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് അങ്ങ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ മറിച്ചിടാം. നമുക്ക് മനസ്സിലാവും കേട്ടോ, എടുക്കാറാകുമ്പോൾ കുറച്ച് ക്രിസ്പിയായി തോന്നുമ്പോൾ എടുക്കുക. പഞ്ചസാര സിറപ്പിലിട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് കോരിയെടുത്താൽ മതി. അപ്പോഴേക്കും അതിൽ പഞ്ചസാര നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ ചെയ്ത പോലെ മൈദ കലക്കി വെച്ചു. പിന്നെ 15 മിനിറ്റ് ആ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ വരുമ്പോൾ ടൈം കറക്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ സിറപ്പ് നമ്മൾ സിറപ്പിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗർ സിറപ്പ് നല്ല ചൂടുണ്ടായാൽ ജിലേബിയിൽ പഞ്ചസാര പിടിക്കില്ല. ഷുഗർ സിറപ്പ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ജിലേബി ആകെ സോഗിയായിട്ട്, അതായത് ഇങ്ങനെ ഒരുമാതിരി കുഴഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ജിലേബി ഞാൻ കാണിച്ചു തരാം. കണ്ട നല്ല ക്രഞ്ചി ആയിട്ടുള്ള പാകത്തിന് മധുരമൊക്കെ ആയിട്ട് അപ്പോൾ അതാട്ടോ ഞാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ 1/2 കപ്പ് കൊണ്ട് ഇത്രയും ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 1/2 കപ്പല്ലേ എടുത്തിട്ടുള്ളൂ, അത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. നല്ല ക്രഞ്ചി ആയിട്ടുള്ള, നല്ല സ്വീറ്റ് ആയിട്ടുള്ള, നല്ല മൊഞ്ചുള്ള, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാം, നല്ല മൊഞ്ചുള്ള ജിലേബിയാണേ. എല്ലാം ചെയ്തു കേട്ടോ. 1/2 കപ്പ് മൈദയും കുറച്ച് പഞ്ചസാരയല്ലേ വരുന്നുള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്യാം. ഉണ്ടായിക്കോട്ടോ. ടേസ്റ്റുണ്ട്. മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഒരു ക്രിസ്പായിട്ടുണ്ടാവില്ലേ, അത് പോയിട്ടില്ല. ഇപ്പോൾ തന്നെ ഉണ്ടായിക്കോളും. നല്ല ക്രിസ്പായിട്ടുണ്ട്. നല്ല ക്രിസ്പി ജിലേബി. നല്ല മധുരെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല കാണാനും ഭംഗിയുണ്ട്. നല്ല രസമുള്ള ജിലേബി കേട്ടാ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ രമാൻറ്റി പറയുമ്പോൾ മുഖ്യമന്ത്രീൻ്റെ ആ ഒരു സ്ലാങ് അല്ലേ, കണ്ണൂർ സ്ലാങ്, നല്ല രസമുണ്ട് കേൾക്കാൻ. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.